സർ. യെസ്, കമൻ. ഞാൻ ദാമോദരൻ പിള്ള. അറിയാം. സ്വയം ചെലവ് ചുരുക്കി മറ്റുള്ളവർക്ക് മാതൃകയാവാൻ കുറുപ്പ് സാറ് കണ്ടെത്തിയ മാർഗങ്ങളിലൊന്ന് പൊളിറ്റിക്കൽ ആൻഡ് പേഴ്സണൽ ആക്ടിവിറ്റീസിനായി ഒരൊറ്റ സെക്രട്ടറി. ദാമോദരൻ പിള്ള, ഇരിക്കും. താങ്ക് യു സർ. മിസ്റ്റർ പിള്ള. യെസ് സർ. വേർ ഡു വി സ്റ്റാർട്ട്? സർ, തൊമ്മി എന്ന മുഖ്യമന്ത്രി എവിടുന്നാ തുടങ്ങേണ്ടത് എന്ന് അത് സംശയം വേണ്ട. കുറുപ്പ് സാറിന്റെ സർക്കാർ സഞ്ചരിച്ച വാഹനം എവിടെ നിന്നുവോ വി വിൽ സ്റ്റാർട്ട് ഫ്രം there. അവിടെ ആ പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മുടെ സർക്കാരിന്റെ വാഹനം മുന്നോട്ടെടുക്കും. ഇടത്തേക്കോ വലത്തേക്കോ അല്ല, സ്ട്രൈറ്റ് ആൻഡ് സ്ട്രൈറ്റ് ടു ദ പബ്ലിക്, പൊതുജനം. അത് മാത്രമായിരിക്കണം നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. അവിടെ മെജോറിറ്റിയോ മൈനോറിറ്റിയോ കമ്മ്യൂണിറ്റിയോ ഇല്ല, ഓൺലി പബ്ലിക്. സർ. Then please arrange a meeting with Chief Secretary, DGP, CAG and AG. Right. കുറുപ്പ് സാറിന്റെ വിശ്വസ്തരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നതുകൊണ്ട് ഈ 4 വകുപ്പ് മേധാവികളോടും എനിക്ക് വളച്ചൊടിക്കാത്ത കാര്യങ്ങൾ തുറന്നു പറയാം, അല്ലേ? ഷുവർ സർ. മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു ജനാധിപത്യ മുഖ്യമന്ത്രി അധികാരമേറ്റാൽ ആദ്യം കാണുക ഘടകകക്ഷി നേതാക്കളെയും ഗ്രൂപ്പ് പ്രതിനിധികളെയുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് യൂഷ്വൽ ട്രാക്ക് ഓഫ് പൊളിറ്റിക്സ്. കക്ഷി രാഷ്ട്രീയത്തിലല്ല, ജനങ്ങളുടെ രാഷ്ട്രീയത്തിലാണ് എനിക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്ന നടപടികൾ എടുക്കുവാൻ എനിക്കൊരു പക്ഷേ തോന്നുക ഏതെങ്കിലും തെരുവിലോ ചേരിയിലോ വെച്ചായിരിക്കും. അവ അതിവേഗം നടപ്പിലാക്കിയെടുക്കുവാൻ ഈ 4 പദവിയിലുള്ള വ്യക്തികളും നിരന്തരം എന്നോടൊപ്പം ഉണ്ടാവും. സർ, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഓക്കെ സർ. മരണം പുതിയ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ അഭിവാദ്യങ്ങൾ. എന്താണ് ഇത്? നന്നായി വാ. എഡിറ്റർ പണിന്ന് മാറ്റി നിർത്തിയെങ്കിലും എഴുത്തു പണിന്ന് ഒഴിവാക്കാനാവില്ലല്ലോ. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലെ 1300 കർഷകരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരിട്ട് അന്വേഷിച്ച് തയ്യാറാക്കിയ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണിത്. ഈ നാട്ടിൽ പ്രതിപക്ഷ നേതാവിനും പണിയുണ്ടെന്ന് ജനങ്ങൾക്ക് ആദ്യമായി മനസ്സിലാക്കി കൊടുത്ത നേതാവല്ലേ സ്വീകരിച്ചിരിക്കുന്നു. എനിക്കറിയാം, നിന്റെ പാഠപുസ്തകം ഔസേപ്പച്ചന്റെ ഗാന്ധിസമാണെങ്കിലും മനസ്സ് ഞങ്ങളുടെ ചെകുവേരുടേതാണ്. മാർഗമല്ല, ലക്ഷ്യം. അതാണ് പ്രധാനം. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു വിപ്ലവകാരുടെ ചങ്കുറപ്പോടെ നീ ഈ നാടിന്റെ പെരുമാറിലേക്ക് ഇറങ്ങണം. സമുദായത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ദിവ്യ പുണ്യാളന്മാരുടെ കാല് കഴുകി കുടിക്കുന്ന ഒരു ഭരണകൂടം ആവരുന്നുണ്ട്. ഇവരെയൊക്കെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു പുതിയ ജനകീയ ഭരണകൂടം. അതായിരിക്കണം നിന്റെ ലക്ഷ്യം. ഗാന്ധിജിയുടെ ഖദറിട്ട കമ്മ്യൂണിസ്റ്റുകാരനായി നിനക്ക് തുടങ്ങാം. ലാൽ സലാം. ലാൽ സലാം. മാളിയേക്കൽ തുമ്മി, ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഞാനൊരു വലിയ ഉത്തരവാദിത്വമാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നീ അത് ഭംഗിയായി നിർവഹിക്കുമെന്ന് ഈ അപ്പനറിയാം. വാ, എല്ലാവരും നിന്നെ കാത്തിരിക്കുക. മോനെ, രാഷ്ട്രീയം ഒരു തൊഴിലല്ല. സഹജീവികളുടെ കണ്ണുനീരും വേദനയും തൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സേവനമാണ്. അതായിരിക്കണം എൻ്റെ മകൻ്റെ രാഷ്ട്രീയം. ഒരു നാടിനെ രക്ഷിക്കാൻ, ഒരു ജനതയെ സംരക്ഷിക്കാൻ 10 തിന്മകൾ നശിപ്പിക്കേണ്ടി വന്നാൽ അതാകാം. ഇറ്റ് ഈസ് നോട്ട് അൺഡെമോക്രാറ്റിക്. വരുന്ന 6 മാസത്തിനുള്ളിൽ ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ നിന്നെ തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ കേരളത്തിന്റെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ എവിടെ നിന്നാലും സാധാരണക്കാരായ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കണം നീ. അങ്ങനെ ഈ നാടിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമായി. അത് ശരിയാ. പക്ഷേ നമ്മുടെ കാര്യം മാത്രം ഇപ്പോഴും പെൻഡിങ്ങിലോ. നീ എന്നാത്തിനാടി കൊച്ച ഇങ്ങനെ വിഷമിക്കുന്നേ? ആ ക്ലിപ്പിംഗ് ഹൗസിലോട്ട് കയറി അങ്ങ് പുറത്താ പോരായോ? കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി മാളിയേക്കൽ തോമസ് ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 1957 മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് സ്ഥാനമൊഴിയുന്ന താൽക്കാലിക മുഖ്യമന്ത്രി വരദരാജൻ പറഞ്ഞു. രാഷ്ട്രീയക്കാരനല്ലാത്ത തൊമ്മി മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുക്കുന്നതോടെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ബീഹാറിലെ അടുക്കളയിൽ ചമ്മന്തി അരച്ചോണ്ടിരുന്ന റബ്ബർ ദേവി റാബറി ദേവി കൈപോലും കഴുകാതെയല്ലേ മുഖ്യമന്ത്രി ആയത്. പക്ഷെ ഇതൊരൽപ്പം കടന്ന കൈയായി പോയി.
മാസാമാസം ഡൽഹിയിലോട്ടും ഗുരുവായൂരിലോട്ടും ഒരേപോലെ വെച്ചുപിടിച്ച് രണ്ടു ദൈവങ്ങളും കൈവെള്ളയിലാണെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? നിങ്ങളുടെ വാക്കിന് വല്ല വില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ ചെറ്റയ്ക്ക് പകരം ഞാൻ ആ കസേരയിൽ കയറിയിരുന്നേരെ. ഞാൻ നിന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിച്ചത് ആരുടെ എല്ലാം കയ്യും കാലും പിടിച്ചിട്ടാണെന്ന് നിനക്കറിയാവോ? അതിലും നല്ലത് മന്ത്രിപ്പണിയാണെന്നും പറഞ്ഞ് പോയി ഇലക്ഷനൊന്ന് തോറ്റ് നാണം കെട്ട് രാഷ്ട്രീയ ഭാവി പോയെന്നല്ലാതെ വേറെന്തെങ്കിലും ഗുണമുണ്ടായോ? മുകുന്ദൻജി, ഞാനൊരു ഐഡിയ പറയാം. ആ തുമ്മിയുടെ മന്ത്രിസഭയിലോട്ട് ഇടിച്ചു കയറി ആ മദ്യവകുപ്പെങ്കിൽ അടിച്ചു മാറ്റാൻ നോക്ക്. ഒരാവശ്യമില്ലായിരുന്നു. നിന്റെ ആ ഗുളിജൻ കയറി നാക്ക് വരച്ച് പുറത്തിറങ്ങി ഞാൻ ഇറങ്ങി പോണാടുന്നു. ഇനി അത് ഇതിനകത്തുണ്ടെങ്കിലല്ലേ പുറത്തിടൂ. കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞ് കൈവിട്ടു പോയതിന്റെ റിഫ്ലക്ഷൻ ആണല്ലേ മുകുന്ദന്റെ ഈ വാക്കൗട്ട്. നൂർദിനെ, വീൽ ചെയറിലാണെങ്കിലും ഞാനിങ്ങനെ ഒരുത്തിന് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ പാർട്ടിയിൽ അവനൊരു വിലയുള്ളത്? എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അവനെ ഒരു സ്ഥാനത്തെത്തിച്ചില്ലെങ്കിൽ മേനോൻജി വിഷമിക്കണ്ട, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാവും. ഭരണചക്രം എന്നല്ലേ സാധാരണ നമ്മളൊക്കെ പറയാറ്. അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ വരും, ഇല്ലെങ്കിൽ വരുത്തും. യുദ്ധം ജയിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ സൂര്യനെ മറയ്ക്കാൻ സുദർശന ചക്രം ആയുധമാക്കിയെങ്കിൽ നമ്മളിതാ ഈ ചക്രം ആയുധമാക്കി ശത്രുവിനെ ജയിക്കും. അതിന് പാർട്ടി നിയമങ്ങളും കാഴ്ചപ്പാടുകളും മാറ്റിവെച്ച് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തിലേക്ക് താൽക്കാലികമായി നമ്മൾ മറുകണ്ഠം ചാടണം. പ്രതിപക്ഷവുമായി ഒരു അലയൻസ്. അങ്ങനെ വന്നാൽ ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങുന്ന തൊമ്മി മുഖ്യനെ ഭരണചക്രം സ്വപ്നം പോലും കാണിക്കാതെ നമ്മൾ നക്ഷത്രം എണ്ണിക്കും. മുന്തിയ നക്ഷത്രങ്ങൾ സ്വന്തമാക്കി ഓർഡർ മാത്രമിടുന്ന ടോപ്പ് റാങ്ക് ഓഫീസേഴ്സ് എന്ന ന്യൂനപക്ഷത്തെ അല്ല, അവരെ അനുസരിച്ച് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഭൂരിപക്ഷം വരുന്ന നിങ്ങളെയാണ് എനിക്ക് ആവശ്യം. സർ, എന്റെ പേര് സാമുൽ ജോൺ, കണ്ണൂർ CA ആണ്. കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് 4 ട്രാൻസ്ഫറുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. രാഷ്ട്രീയക്കാരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഇടപെടൽ മൂലം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സർ. നിയമപാലനത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആയിരിക്കില്ല ഞാൻ. ജനങ്ങൾക്ക് നീതി നേടിക്കൊടുക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകന്റെ കടമയാണ്. പക്ഷെ അവൻ സത്യസന്ധനായിരിക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി അധികാരം സ്ഥാപിച്ചെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നവന്റെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥനെ അനുസരിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ കീഴുദ്യോഗസ്ഥന്മാർക്കുമുണ്ട്. സമാധാനപരമാക്കാവുന്ന ഒരു അന്തരീക്ഷം കലാപമാക്കാനുള്ള കാക്കിയിട്ടവന്റെ ഒരു ശ്രമവും ഈ ഭരണം അനുവദിക്കില്ല. കാക്കിക്കുള്ളിലെ ക്രിമിനലിനെ അല്ല, സത്യസന്ധനായ നിയമപാലകനെയാണ് ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും ആവശ്യം. അടിക്കടി വരുന്ന ട്രാൻസ്ഫറും ഓവർ ഡ്യൂട്ടിയും കാരണം മക്കൾക്ക് വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ കഴിയാത്തവരാണ് ഞങ്ങളിൽ അധികവും. അങ്ങയുടെ ഭാഗത്തു നിന്ന് ദയവായി ഞങ്ങൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാവണം. തീർച്ചയായും 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന നിങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളോട് ആവശ്യങ്ങൾ പലതും ഉന്നയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു തന്നേക്കാമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒന്നുണ്ട്, ഒരു രാഷ്ട്രീയക്കാരനോ സീനിയർ ഉദ്യോഗസ്ഥനോ വിചാരിച്ചാൽ പാറശാലയിൽ നിന്ന് നീലേശ്വരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥതയിൽ നിന്നുള്ള മോചനം, പിന്നെ കഴിയുന്നിടത്തോളം പേർക്ക് സ്വന്തം ജില്ലകളിൽ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും വേണ്ടി അതിനനുകൂലമായ നിയമനിർമ്മാണം ഈ സർക്കാർ നടത്തിത്തരുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യും. സാർ, ഞങ്ങളുടെ ശമ്പള വർധനവിന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. ആലപ്പുഴ നോർത്ത് സബ് ഇൻസ്പെക്ടർ മുജിബുർ റഹ്മാൻ അല്ലേ? അതെ സാർ. കഴിഞ്ഞ ദിവസം 2 കോൺസ്റ്റബിൾമാർ കൈക്കൂലി പങ്കിടുന്നതിൽ തർക്കിച്ച് തമ്മിൽ തല്ലിയ സ്റ്റേഷന്റെ മേലധികാരി. കുട്ടനാടിന്റെ ഒരു ജോഗ്രഫി വെച്ച് പറഞ്ഞാൽ അമ്മ തോട് ചാടിയാൽ മോൾ 6 ചാടുമെന്ന്. പാവപ്പെട്ട ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ പോലീസ് ജീപ്പിന് പെട്രോൾ അടുപ്പിക്കുകയും പമ്പുകാരനുമായുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ആ പണം സ്വന്തം കീശയിലേക്ക് ആക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രധാന പെട്രോളിംഗ് ഡ്യൂട്ടി. എല്ലാത്തിന്റെയും ഫുൾ ഡീറ്റെയിൽസ് നാളെ എന്റെ മേശപ്പുറത്ത് വരും. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ശമ്പളം കൂട്ടണോ അതോ വീട്ടിലിരിക്കണോ. ഇരിക്കണം. പോലീസ് എന്ന വാക്കിന്റെ ആദ്യത്തെ ആൽഫബറ്റ് P. പൊളൈറ്റ്നെസ്, മര്യാദ. അതാണ് ജനങ്ങളോട് നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത്. എല്ലാവരും മോശക്കാരാണെന്ന് വിലയിരുത്തരുത് സാർ. അങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്കില്ല. പക്ഷേ പോലീസുകാർ തന്നെ ജനങ്ങളുടെ കഴുത്തറുത്ത് കായലിൽ തള്ളുന്ന കാലമാണ്. ലോക്കപ്പ് മരണത്തിന് സാക്ഷി പറഞ്ഞവനെ വകവരുത്താൻ 4-ാം കിട ഗൂണ്ടകളെ പോലെ സബ് ജയിലിന് പുറത്ത് കാത്തു നിൽക്കുന്ന പോലീസുകാരുടെ നാടാ ദൈവത്തിന്റെ സ്വന്തം നാട്. 100% സാക്ഷരതയുണ്ടെങ്കിലും 10% പോലും വകതിരിവില്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് അഭിമാനിക്കുന്നതിൽ എന്ത് പ്രയോജനം? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയല്ല, ഒരു സാധാരണ പൗരനായി അഭ്യർത്ഥിക്കുകയാണ്. കർമ്മനിരതരായ നിയമപാലകരായി
നിങ്ങൾ ഈ ഭരണത്തിന്റെ കൂടെ നിന്നാൽ ഈ മലയാള മണ്ണിനെ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റാം. നോ, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുമ്പോ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു. സോറി, നിങ്ങൾ മാധ്യമക്കാരെ ഹരം പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാറ്ററും തൽക്കാലം എന്റെ കയ്യിലില്ല. പ്ലീസ് സാർ, ഒറ്റ ചോദ്യം. ഏത് തരത്തിലുള്ള ഭരണ സംവിധാനം നടപ്പിലാക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത്? സത്യാഗ്രഹ പന്തലുകളിൽ പോയി വിധവകളോടും വികലാംഗരോടും വൃഥ വാഗ്ദാനങ്ങൾ നൽകി വാങ്ങിവെക്കുന്ന നിവേദനങ്ങൾ, പാർട്ടിയിലെ തലതൊട്ടപ്പന്മാരുടെ ഡൈനിങ് ടേബിളിൽ വീഴുന്ന മട്ടൺ സൂപ്പ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന പതിവ് ഭരണരീതി ആയിരിക്കില്ല ഏതായാലും എന്റെ. സാർ ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഇത്രയും മതി. സാർ, നിങ്ങളെ പോലുള്ള ഭരണാധികാരികളെ ജനകീയരാക്കുന്നത് ഞങ്ങൾ പത്രക്കാരാ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതിരിക്കുന്നത് ജനാധിപത്യത്തിനും പത്രധർമ്മത്തിനും എതിരാണ്. അതുകൊണ്ട് CM ദയവായി ഞങ്ങളോട് സഹകരിക്കണം. ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന സുന്ദരിയായ ഒരു സ്പോർട്സ് താരം ഇവിടെ കാലുകുത്തിയപ്പോ തന്നെ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് അവരോട് അഭിപ്രായം ആരാഞ്ഞ് സെൻസേഷൻ ഉണ്ടാക്കാനും കളിക്കുന്ന പോയിന്റിനേക്കാൾ കൂടുതൽ അരപ്പാവാട പൊങ്ങുമ്പോൾ മാത്രം ഫോക്കസ് ചെയ്ത് ഫോട്ടോസ് എടുത്ത് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ തിരക്ക് കൂട്ടുന്നതല്ല പത്രപ്രവർത്തനം. ദാ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരു ശില്പമുണ്ട്. പത്രപ്രവർത്തനം എന്താണെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശില്പം. ജീവചരിത്രം വായിച്ചു പഠിക്കാൻ നേരമില്ലെങ്കിൽ പുതിയ തലമുറ എന്ന നിലയ്ക്ക് അതിലെ പൊടിയെങ്കിലും തുടച്ചു കളഞ്ഞ് അവിടുന്ന് പഠിച്ചു തുടങ്ങ് പത്രധർമ്മം എന്താണെന്ന്. ഓക്കെ? വിജിലൻസ് വീണ്ടും അന്വേഷണം തുടങ്ങിയല്ലേ? എന്തന്വേഷണം? ഇതൊക്കെ തെളിയിക്കണമെങ്കിലേ പുല്ലുപോലെ തെളിയിക്കാം. പക്ഷേ തെളിയില്ല. KSCB എന്ന കായംകുളം കൊച്ചുണ്ണിയെ വിജിലൻസ് കുടിക്കാൽ വിജിലൻസ് എന്ന വെള്ളായിന് പരമൂനെ CBI കൊടുക്കും. ഇതാരാ വരുന്നത്? നമ്മുടെ പുതിയ മുഖ്യനല്ലേ? വരണം വരണം. തൊമ്മിച്ച, താൻ വരുന്നവരെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ മാധ്യമക്കാരെയൊക്കെ വിളിച്ചു വരുത്തി നല്ലൊരു സ്വീകരണം അറേഞ്ച് ചെയ്യാമായിരുന്നു. താൻ ഇരിക്കെ. സോറി, ഐ എം ഓൺ ഡ്യൂട്ടി. എന്തോന്ന് ഡ്യൂട്ടി? ഞാനിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ഡ്യൂട്ടിയിലാണ്. എന്റെ ഈ സഹപ്രവർത്തകർക്ക് ഒരേ സംശയം, എന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? സ്റ്റേറ്റിന്റെ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർക്ക് സംശയം പാടില്ലല്ലോ. ഷുവർ. താങ്ക് യു. പിള്ളച്ചേട്ടാ. സർ, ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KSCB, പ്രായം 52. സർക്കാരിൽ നിന്നും മാസശമ്പളമായി കൈപ്പറ്റുന്നത് പിടുത്തങ്ങൾ കഴിച്ച് 37,300 രൂപ. TADA, ടെലിഫോൺ ബിൽ, മറ്റ് അലവൻസുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് പ്രതിവർഷം ചെലവഴിക്കുന്നത് 7,60,800 രൂപ. ഇപ്പറഞ്ഞ കണക്കുകളൊക്കെ ശരിയല്ലേ? നമ്പർ 2, M. അരവിന്ദാക്ഷൻ, 54 വയസ്സ്. കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സദേൺ റേഞ്ച്. മാസശമ്പളം 38,500. IFS കഴിഞ്ഞ് കൊള്ളക്കിറങ്ങുന്ന ഇയാളെ പോലെയുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരെയും കൂട്ടുപിടിച്ച് ചാപ്പ ഒന്നിന് 1000 രൂപ വെച്ച് 100 കണക്കിന് പാസുകൾ വിറ്റഴിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നതും പോരാഞ്ഞിട്ട് ലോകബാങ്ക് സ്പോൺസർ ചെയ്യുന്ന പതിവ് പരിസ്ഥിതി സമ്മേളനത്തിന്റെ പേരും പറഞ്ഞ് അമേരിക്കയിലും ന്യൂസിലൻഡിലും ഒക്കെ പഠിക്കുന്ന മക്കളെ കാണാൻ പോകുന്ന തന്നെയൊക്കെ ഓഫീസ് രജിസ്റ്റർ പ്രകാരം ഡ്യൂട്ടിയിലുള്ള ഈ നേരത്തൊന്ന് കാണണേൽ മുന്തിയ മദ്യത്തിന്റെ ലഹരിയിൽ ഷഫിൾ ചെയ്യപ്പെടുന്ന വിദേശ കാർഡുകൾക്കിടയിൽ ദാ ഇങ്ങനെ വന്ന് ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വരും. അത് ജനമായാലും ജനനായകനായാലും. തലപ്പത്തിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇതാവാമെങ്കിൽ കീഴ് ജീവനക്കാരായ ഓടോളികൾക്കും അവന്റെയും കീഴാളന്മാരായ റാൻമൂളികൾക്കും ഈ നാട്ടിൽ എന്നാ വേണേലും ആവാലോ. ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത വർഗമല്ലായോ? നിങ്ങളുടെയൊക്കെ സേവനം ഈ നാടിന് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും തരണ്ടായോ? ഒരു റിവാർഡായിട്ട്? പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത സംസ്ഥാന സർക്കാരിലെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് നരച്ച് കൊരച്ച് തീരും വരെ ഇവിടെ ഇരുന്ന് കളിച്ച് രസിക്കാനുള്ള അനുവാദം ഞാൻ കൊടുക്കുക. പിള്ളച്ചേട്ടാ സാർ, 24 മണിക്കൂറിനകം ഇവനൊക്കെ കൈപ്പറ്റിയിരിക്കണം മുഖ്യമന്ത്രിയുടെ സസ്പെൻഷനോട്. ഇവന്മാരെ പോലെയുള്ള തിരിഞ്ഞു കടിക്കുന്ന വർഗത്തെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റിയാൽ മാത്രം പോരാ, വരച്ച വരെ നിർത്തി അനുസരിപ്പിക്കണം. അനുസരിച്ചില്ലേല് പടിയടച്ച് പിണ്ണം വെക്കണം ഇവന്റെയൊക്കെ അധികാരത്തിൽ നിന്ന്. ഇനി ഇതിന്റെ പേരിൽ സത്യാഗ്രഹം നടത്താനോ ധർണ ഇരിക്കാനോ സെക്രട്ടേറിയറ്റ് നടയുടെ പരിസരത്തെങ്ങാനും കണ്ടുപോയാൽ ഡയസ് നോൺ പ്രഖ്യാപിക്കാനോ ഹാജർ നില പരിശോധിക്കാനോ ഒന്നും തൊമ്മി നിൽക്കുകയല്ല. മൊത്തത്തിൽ അങ്ങ് പിരിച്ചുവിട്ടേച്ച് പകരം പുതിയ ആമ്പിളരെ വെക്കും. ഇത് മുഖ്യമന്ത്രി തൊമ്മിയുടെ വാക്കാ, മനസ്സിലുറപ്പിച്ചു. ഒരു വ്യക്തി മാത്രമല്ല, ഒരു മഹത് പ്രസ്ഥാനമാണ്. കൂടെ നിന്ന് ഉപ്പും ചോർന്ന മാന്യന്മാരെല്ലാം കാര്യം കഴിഞ്ഞപ്പം മേലാഴ്ച കരിമുറ്റേറ്റ് പോയി വലിച്ചു
എന്നിട്ട് ആ ഘടകകക്ഷി MLA-മാർ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതിന്റെ ബഹളമാ സാർ. ഈ റോഡിൽ പ്രകടനങ്ങളും സമരങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവുള്ളതല്ലേ? അതെ സാർ, കോടതി ഉത്തരവ് വന്ന അന്ന് തന്നെ അതിനെതിരെ ഇതേ റോഡിൽ പ്രകടനം നടത്തിയവരവർ. ഐ വിൽ ജസ്റ്റ് ക്ലിയർ സർ. നോ. മുഖ്യമന്ത്രി തൊമ്മിയെ ആ കസേരയിൽ നിന്ന് പിടിച്ചിറക്കി മാല കെട്ടി പറഞ്ഞേക്കുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഞാൻ മാളിയേക്കൽ തോമസ് ജോസഫ്, തൊമ്മി എന്ന് വിളിക്കും. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാ. മാഡത്തിന്റെ ഭാഷയെ പറഞ്ഞ ഭൂലോക തെമ്മാട്ട്. നിങ്ങളുടെ ഈ വാഹനങ്ങളും അണികളെയും ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോകായിരുന്നു. ഒപ്പം ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ പാവങ്ങൾ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഭരണത്തിൽ കയറിയ ഉടനെ ഘടകകക്ഷികളുടെയും കൂട്ടുകക്ഷികളുടെയും തലയിൽ കയറിയിരുന്നങ്ങ് നിരങ്ങാമെന്നാണ് ഭാവമെങ്കിൽ ഇനി ഞങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഇയാൾ വലത്തി മറിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. നീയൊക്കെ പാലം വലിച്ചേച്ച് പോയാൽ ഈ സർക്കാരിന് അബോഷനായി പോകുമെന്ന് വിചാരിച്ചോടാ. എന്റെ തെമ്മാടിത്തരത്തിന്റെ അളവുപോലെ ഈ നടു റോഡിൽ വെച്ച് കാണണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണിപ്പൊതിയും പാക്കറ്റ് ചാരായും കൊടുത്ത അണികളെന്നും പറഞ്ഞ ആർക്കും കൂടെ കൊണ്ടു കിടക്കാവുന്ന ഈ പച്ചങ്ങളെയും കൂട്ടി ഇപ്പൊ സ്ഥലം വിട്ടോണം. പേടിപ്പിക്കല്ലേ CMA. കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ കയറി വന്ന താൻ ഈ ജനങ്ങളെ ഭരിച്ചാൽ മതി. ഈ നാട് ഭരിച്ചിട്ടുള്ള ഞങ്ങളെ കയറി ഭരിപ്പിക്കല്ലേ. എന്നാ ഗോമതി പിള്ളേ നിങ്ങളൊക്കെ ഈ നാട് ഭരിച്ചിട്ടുള്ളത്? നെയ്ക്കുംപ്ലങ്ങ പോലത്തെ ഈ ശരീരവും പൊക്കിയെടുത്ത് ടൂറിസം ചെലവിൽ വിദേശത്ത് പോയി സായിപ്പ് നീട്ടിയ കളറുകളിലും മോന്തിയ അവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്കിൽ കൊച്ചുനിക്കർ വിട്ട് വാട്ടർ ഡാൻസ് ചെയ്തല്ലാതെ എന്നാ നിങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങളെ സേവിച്ചിട്ടുള്ളത്? ഇയാൾ ഒരുമാതിരി സംസ്കാരമില്ല സംസാരിക്കരുത്. അതേടാ, സംസ്കാരത്തിന്റെ മിനിമം സ്റ്റാൻഡേർഡ് പോലും ഇല്ലാത്ത നിന്നോടൊക്കെ സബ് സ്റ്റാൻഡേർഡ് ആയിട്ട് തൊമ്മിക്ക് സംസാരിക്കാൻ ഒക്കൂ. മുഖ്യമന്ത്രിയായി പോയത് കൊണ്ട് ഒരു തവണ കൂടി മര്യാദയ്ക്ക് പറയാണ്, ഈ റോഡിൽ ഇങ്ങനെ വഴിതടയൽ സമരവും കുത്തിയിരിപ്പ് സത്യാഗ്രഹവും നടത്താൻ പാടില്ല എന്നുള്ളത് ഹൈക്കോടതി ഉത്തരവാണ്. കോടതി വിധിയൊക്കെ ഒരുപാട് ഞങ്ങളും കണ്ടിട്ടുള്ളതാ. അതൊന്നും അധികാരവും പണവുമുള്ള വർഗത്തിന്റെ രോമത്തിൽ പോലും തൊടില്ല, തൊട്ട ചരിത്രവുമില്ല. അതേടാ, നിന്റെ ഒന്നും രോമത്തെ പോലും തൊടുകയില്ല ഇവിടുത്തെ നിയമങ്ങളും നിയമസംഹിതകളും. ബട്ട് ഐ വിൽ ഡു എനിത്തിങ് ആൻഡ് എവരിതിങ്. അതിങ്ങനെ നടു റോഡിൽ വെച്ചായാലും നീയൊക്കെ രാവും പകലും ചിറ്റം കൂടാൻ കയറിയിറങ്ങുന്ന എവരുടെയൊക്കെ അന്തപുരത്തിൽ വെച്ചായാലും ശരി, തൊമ്മി തൊടും, തൊട്ട് പൊള്ളിക്കും. മിസ്റ്റർ രാജശേഖരൻ, കോടതി വിധി ലംഘിച്ചതും മാർഗതടസ്സം ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയതും അടക്കം എന്നെല്ലാം കേസ് അവന്റെ പെടലിക്ക് കെട്ടിവെച്ചു കൊടുക്കാനുണ്ടോ അതെല്ലാം ചാർജ് ചെയ്തിട്ട് അവനെ കോടതിയിൽ ഹാജരാക്കാവൂ. Now take him and clear the road. അപ്പൻ ഉറങ്ങിയില്ല. ഉറക്കം വന്നില്ല. പിന്നെ ഈ പുസ്തകമായിട്ടങ്ങിരുന്നു. തുമ്മി, ഓ, വലിയൊരു ഭാരമാണ് അപ്പൻ തലയിൽ എഴുതി തന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ്, അതിനൊരു സുഖമുണ്ടപ്പ. നല്ല പഴങ്കഞ്ഞി എടുക്കട്ടെ? പഴങ്കഞ്ഞിയ? ആ, കഞ്ഞൊരു ഉറക്കം കഴിഞ്ഞ പഴങ്കഞ്ഞിയാവും. ഓ, അതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നും അല്ലല്ലോ. നേരത്തെ എത്താമെന്നും പറഞ്ഞു പോയിട്ട് നീ എന്നാടാ ഇത്രയും താമസിച്ചേ? ഇന്നൊരു ആദിവാസി കോളനിയിലായിരുന്നു പരിപാടി. മല ഇറങ്ങി വന്നപ്പോ ഒരുപാട് അങ്ങ് വൈകി. ആ സെലിൻ നിന്നെ വിളിച്ചായിരുന്നു? ഇല്ല, എന്നാ കാര്യം? ഇവനൊരു മണ്ടച്ചാര്. ഇന്ന് കേട്ട് ഉറപ്പിച്ച പെണ്ണം പിന്നെ എന്നാത്തിനാടാ വിളിക്കുന്നേ? ചൊള്ളാനല്ലാതെ. അവള് വിളിച്ചതേ ഇച്ചാനോട് ഒരു പെർമിഷൻ ചോദിക്കാനാ. എന്നാ എന്നോട് പെർമിഷനാ? ആർക്ക്? ആ കാന്താരിക്ക? അതേടാ മോനെ, കെട്ടടുക്കാറായതോടെ അവൾ ആകെ അങ്ങ് മാറി. നിന്നെ ഇപ്പൊ ഭയങ്കര ബഹുമാനമാണ്. ആട്ടെ, എന്നാത്തിനായി പെർമിഷൻ? അതെ, തിരുവനന്തപുരത്ത് 2 ദിവസത്തെ ഒരു മെഡിക്കൽ ക്യാമ്പ്. ഇച്ചാനെ വിളിച്ച് കിട്ടാതായപ്പോ എന്നോട് പെർമിഷൻ വാങ്ങി ആള് പൊക്കളഞ്ഞു. നീ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ അവന് ഇത്തിരിയും കൂടെ കഞ്ഞി വിളമ്പടി വെച്ചാ ഇച്ചിരിയും കൂടെ കുടിക്കും മോനെ. യെസ്. ഇപ്പൊ എല്ലാവർക്കും മതിയായല്ലോ. അന്നേ ഞാൻ പറഞ്ഞതാ രാജിവെച്ച് ഇലക്ഷന് പോവാന്ന്. അപ്പൊ ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരുന്നു. എന്നിട്ട് മാളിയേക്കൽ ഔസപ്പിന്റെ പേര് കേട്ടപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് കുറെ എണ്ണം പറയണം ചാടിയത് മിച്ചം.
ഇപ്പൊ അവനെ താഴെ ഇറക്കാൻ ശ്രമിച്ച നമ്മൾ താഴെ വീഴുന്ന ലക്ഷണമാണ്. യവ ഈ പോക്ക് വയ്യ നമുക്കൊക്കെ തൊല്ലയാണ് കേട്ടാ. വെറും 1 മാസം കൊണ്ട് അവൻ നാട്ടുകാരെ മുഴുവൻ കയ്യിലെടുത്തിരിക്കല്ലേ. മുഖ്യന്റെ പേര് കേട്ടാൽ ഇവിടുത്തെ ജനങ്ങളുടെ വായിൽ തേനും പാലും ഒഴുകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ കയ്യിലെടുത്ത അവന്റെ ഭരണം. കേരളത്തിലെ ഓരോ ജനത്തിനൊപ്പവും മുഖ്യമന്ത്രി ഉണ്ടാവണമെന്ന് അവന്റെ മുദ്രാവാക്യം. നിർത്തണോ ആ ഭരണങ്ങാത്ത മോനെ പറ്റിയുള്ള സ്തുതിപ്പീര്. എനിച്ചങ്ങ് വിറഞ്ഞു കയറി വരിക. അപ്പനൊന്നും അടങ്ങ്. ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. സിറ്റുവേഷൻ ഇത്തിരി പ്രശ്ന. തൊമ്മി എന്ന പടക്കുതിരയ്ക്ക് വേണ്ടി ചരട് വലിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമാണെന്ന് കരുതണ്ട. ഹൈക്കമാൻഡിന്റെ സപ്പോർട്ടോടുകൂടി പീതാംബരനും വരദരായനും ഉണ്ട്. അച്ഛനെന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? കാര്യങ്ങൾ എത്രത്തോളമായ സ്ഥിതിക്ക് അംഗബലം കുറഞ്ഞു വരുന്ന നമുക്ക് തൊമ്മിയെ താഴെ ഇറക്കാൻ മറ്റെന്തെങ്കിലും വഴി നോക്കിയേ പറ്റൂ. നൂറുദ്ദീനെ, എന്താണോ തന്റെ അഭിപ്രായം? 1/4 നൂറ്റാണ്ടോളം ഭരണ പ്രതിപക്ഷത്തിരുന്ന നമുക്ക് വെറും ഒരു തൊമ്മിയെ ഒതുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടോ അവനിരിക്കുന്ന കസേരയുടെ ബലമോ അല്ല. മനസ്സുകൊണ്ടാണെങ്കിലും അവനെ അംഗീകരിച്ച് താങ്ങി നിർത്തുന്ന ഒരു വിഭാഗത്തിന്റെ വലിപ്പമാണ്. അതിനെതിരെയാവണം നമ്മുടെ ആദ്യത്തെ അടി. അവനൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ന്യൂനപക്ഷക്കാരനായ ഇതുപോലൊരു പ്രതിഭാസം ജനാർദ്ദനക്കുറുപ്പിന് മുമ്പും ഇതേ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തെ കുറിച്ച് അയാളുടെ നാവിൽ നിന്ന് വീണ ഒരൊറ്റ വാക്കിന്റെ പേരിൽ നമ്മളെല്ലാവരും കൂടി ചേർന്നല്ലേ ആ ആദർശധീരനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്. ഭൂരിപക്ഷത്തിനു വേണ്ടി വാദിക്കാൻ ആരുമില്ലാത്ത ഈ നാട്ടിൽ ന്യൂനപക്ഷം എന്ന വർഗം ഉണ്ടായത് നമുക്ക് വേണ്ടി മാത്രമല്ലേ? ഇവിടെ തൊമ്മി എന്ന ഒറ്റയാനെതിരെ നമ്മൾ തൊടുക്കാൻ പോകുന്ന വജ്രായുധം അത് തന്നെ. താനൊന്ന് തെളിച്ച് പറയണ്ട നൂറുദ്ദീനെ. തന്റെ മണ്ഡലത്തിൽ 8-10 കൊല്ലമായി പൂട്ടിക്കിടക്കുന്ന ഒരു പള്ളിയില്ലേ, മാനാഞ്ചേരി പള്ളി. ആ പള്ളിയിലെ ഇടവകക്കാരെയും രംഗത്തിറക്കി വേണം ഇനി തൊമ്മിക്കെതിരെ നമുക്ക് കളിക്കാം. ആ മണോമാഞ്ചന്മാരെ ഇറക്കി നമ്മൾ എന്നാ വളർത്താനാണ്? എടോ ചാണ്ടി, ആ പള്ളിക്ക് വേണ്ടി തല്ലുപിടിക്കുന്ന 2 ഗ്രൂപ്പുകളിൽ ഒന്നിന്റെ പ്രതിനിധിയാ ദാ ഈ കോശി. ഇടവകക്കാരെയും മെത്രാനെയും രംഗത്തിറക്കും പള്ളി അവർക്ക് വേണ്ടി തുറന്നു കിട്ടാൻ. മെത്രാനും ചില അച്ഛന്മാരും ചേർന്നൊരു നിരാഹാര സമരം അതനുവദിക്കില്ല എന്ന് പറഞ്ഞ് എതിർ ഗ്രൂപ്പുകാരനായ താൻ തന്റെ ഇടവകയിലെ കുഞ്ഞാടുകളുമായി രംഗത്തിറങ്ങണം. അങ്ങനെ ഇടവകക്കാര് നിങ്ങൾ പരസ്പരം കൊമ്പ് കോർക്കുമ്പോ ഞാൻ നമ്മുടെ അടിയോടി അതിനിടയിലേക്ക് അങ്ങ് കയറ്റിവിടും. അപ്പോ തൊമ്മിമുഖ്യന്റെ പോലീസ് കയറി അച്ഛന്റെ മെത്രാന്റെ ദേഹത്ത് കൈവയ്ക്കും. ബാക്കിയൊക്കെ ഇവിടുത്തെ പത്രക്കാരും ചാനലുകാരും നോക്കിക്കോളും. നമ്മൾ ആ തീയിലേക്ക് അല്പ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പള്ളി ആരാധനയ്ക്ക് തുറന്നു തരിക. മുഖ്യമന്ത്രി രാജിവെക്കുക. കോടതി നീതി പാലിക്കുക. വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. കോടതി നടപ്പിലാക്കുക. വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകുക. സമരസമിതിന്റെ പേരും പറഞ്ഞ് കൂട്ടിലടക്കപ്പെട്ട കർത്താവിന്റെ സിമ്പതിയും പിടിച്ചു പറ്റി പള്ളി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തുറന്നു കിട്ടാനുള്ള പരിപാടിയാണെങ്കിലേ ആ പൂജക്ക് മനസ്സിൽ വെച്ചാൽ മതി. കുഞ്ഞാടുകൾ പട്ടിണി കണ്ട് തടിയിടാക്കാൻ സ്ഥലം വിടും. അങ്ങനെ അങ്ങ് പോകാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പള്ളിയും തുറന്ന് പാട്ടുകുർബാനയും നടത്തിയിട്ട് പോകാനാണ് ഞങ്ങളുടെ പരിപാടി. എന്തേ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? പിന്നെ ഞങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങി വെച്ച് ജോണിക്കുട്ടി കയ്യോ കൊണ്ടേ കൈ വെച്ചാ മതി. പള്ളി മുറ്റത്തൊന്ന് തോന്നിവാസം പറഞ്ഞാലോ പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? എന്നെ മൂക്കിലോട്ട് വലിച്ചേക്കോ. വേണ്ട, വഴക്കും ബഹളം ഒന്നും വേണ്ട. വഴക്ക് വേണ്ട, നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. പിതാവ് ഒരു കോപ്പം പറയണ്ട. തലയും കുനിച്ച് ലോഹയും മടക്കി കുത്തി ഇവിടുന്ന് ഇറങ്ങി പോകണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ എല്ലാറ്റിനെയും വലിച്ചു പറിച്ച് റോഡ്. അത് നീ മാത്രം തീരുമാനിച്ച സഭാതർക്കം നടക്കുന്ന മാനാഞ്ചിറ പള്ളിയിൽ ഇരുസഭകളും തമ്മിലുള്ള വാക്കേറ്റം അക്രമാസക്തമായി. പുരോഹിതരടക്കമുള്ള വിശ്വാസികളെ പോലീസ് ലാത്തി ചാർജ് നടത്തി. മതവികാരം വ്രണപ്പെടുത്തുന്ന പോലീസ് നടപടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മാളിയേക്കൽ തൊമ്മി രാജിവെക്കണമെന്ന് പള്ളിമുറ്റത്ത് നമ്മൾ കൊളുത്തിയ ഈ തീ
കേരളം ആകെ പടരണം. നമ്മുടെ ബഹുമാന മുഖ്യന്റെ കസേര തെറിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായ ഈ കടന്നാക്രമത്തെ നാടിന്റെ പൊതുപ്രശ്നമാക്കി മാറ്റണം. കോശിയെ, തനിക്കിനി കളി തുടങ്ങാതോ? ആരാധനാലയത്തിൽ അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. ആരാധനാലയത്തിൽ അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുക. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. ആരാധനാലയത്തിൽ അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് ഗോ ബാക്ക്. പോലീസ് ഗോ ബാക്ക്. പോലീസ് ഗോ ബാക്ക്. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ഇത് പിരിഞ്ഞു പോണം. സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. സ്റ്റോപ്പ് ഇറ്റ്. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. ഇനിയും മുന്നോട്ട് നടന്ന് ലോ ആൻഡ് ഓർഡർ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. തന്റെ ഒരു ലോയും ഒരു ഓർഡറും ഒന്ന് മാറി നിൽക്കണം. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ പിരിഞ്ഞു പോണം. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. കോടതി നീതി പാലിക്കുക. അഭിമന്യ പിതാവിനോടൊരു അപേക്ഷയുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പള്ളിയിൽ നടന്ന സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. അതിന്റെ പിന്നിലുള്ള ഒരൊറ്റ ഒരുത്തനും ഇനി പോലീസ് സേനയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവായി പിരിഞ്ഞു പോകണം. ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഇത് നടത്തുന്നത്. എന്നാ സമാധാനപരമെന്ന് പറഞ്ഞാലും ശരി, സഭാ തർക്കങ്ങൾ അവിടെ സഭയ്ക്കുള്ളിൽ തീരണം. ആത്മീയത ഒരു സ്വകാര്യതയാണ്. ആ സ്വകാര്യതയ്ക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാവണം. അതിൽ തർക്കമുണ്ടായാൽ അത് അവിടെ പരിഹരിക്കണം. അല്ലാതെ നടുറോഡിലിറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇതൊരു സാമൂഹിക പ്രശ്നമാക്കാനാണ് ശ്രമമെങ്കിൽ അത് അനുവദിക്കാൻ പറ്റില്ല. CM, നിങ്ങൾക്ക് സമുദായ ശക്തികളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അറിയാം. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പോലും അമ്മമാർക്ക് മെഴുകുതിരിയും കത്തിച്ചു കൊടുത്ത് നടുറോട്ടിലിറക്കി പ്രാർത്ഥനാ യജ്ഞം നടത്തി വോട്ട് പിഴിയുന്നത് മുതൽ വകുപ്പ് തിരിച്ച് മന്ത്രിമാരെ ഉണ്ടാക്കുന്നത് വരെ നീളും നിങ്ങൾ ഈ പറഞ്ഞ സമുദായങ്ങളുടെ ശക്തി. അത് പറഞ്ഞ് എന്നെ വരട്ടരുത്. താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഓർക്കണം. പിതാവിന്റെ ഈ സ്വജാതി പ്രീണനം കൊള്ളാം. എന്നതാ പിതാവേ ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം? ലഘൂകരിച്ച് പറഞ്ഞ ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നവൻ ക്രിസ്ത്യാനി. അങ്ങനെ നോക്കിയാൽ ഇന്ത്യക്കാരനായ ഒറ്റ ക്രിസ്ത്യാനിയേ ഉള്ളൂ, ഗാന്ധിജി. CM, നിങ്ങൾ മതന്യൂനപക്ഷങ്ങളോടാണ് കളിക്കുന്നത്. അത് ഓർമ്മ വേണം. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എന്നതാണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ലാതെ മുകളിൽ നിന്ന് നേരിട്ട് പടച്ചിറക്കിയൊന്നും അല്ലല്ലോ. ഖജനാവിൽ വരുന്ന നികുതി പണത്തിന്റെ 70% നീ ഈ പറഞ്ഞ ന്യൂനപക്ഷം വിഴുങ്ങുമ്പോ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗം ഡിഗ്രിക്ക് മേൽ ഡിഗ്രികളുമായി ആത്മാഭിമാനം പോലും പണയം വെച്ച് കൂലിപ്പണിയെടുക്കുന്നു. ഇവറ്റകളെയൊക്കെ ഊട്ടലും ഉറക്കലും തന്നെയാണ് 10-25 വർഷമായിട്ട് ഞങ്ങളുടെയും. പറയടോ, 25 കൊല്ലം MLA-യും മന്ത്രിയുമായിരുന്ന താനൊക്കെ ഇന്നാട്ടിൽ എന്നതാ ഒലത്തി മറിച്ചതെന്ന് പറഞ്ഞു കൊടുക്കടോ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക്. നീയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ചരച്ചുകൂട്ടിയതിന്റെ ഫലമാടോ ഈ കൊച്ചു കേരളത്തിന്റെ കടബാധ്യത 40,000 കോടിയിലെത്തിയത്. പിതാവ് ഒരു കാര്യം മനസ്സിലാക്കണം. ദേവാലയങ്ങൾ മനസമാധാനത്തിനുള്ളതാണ്, അല്ലാതെ മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനുള്ളതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ അടച്ചിട്ടത് തുറപ്പിക്കാനും ആരാധന നടത്താനും ചില സമുദായ ശക്തികൾ ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ പേരിൽ നമ്മുടെ രാജ്യം നിന്ന് കത്തിയതിന്റെ കണ്ണുനീർ പല കുടുംബങ്ങളിലും ഇന്നും തോർന്നിട്ടില്ല. പിന്നെ ഇവനെ പോലുള്ളവന്മാര് പക്ഷം പിടിച്ച മതസൗഹാർദ്ദത്തിന് ഇറങ്ങുന്നത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. മജീദ്, നിങ്ങളെപ്പോലെയുള്ള മതനേതാക്കന്മാർ എവരെയൊക്കെ കൂട്ടുപിടിച്ച് ബാനറും തൂക്കി പുറപ്പെടുമ്പോ ഒരു നിമിഷം ആലോചിക്കണം, അവസാനം ഇങ്ങനെയൊക്കെ ആയിത്തീരും.
എന്റെ ക്രൈം റെക്കോർഡ്സിൽ തേർഡ് റേറ്റ് ക്രിമിനലായ നീ സാമൂഹ്യ നീതിയുടെ മുഖംമൂടി അണിഞ്ഞ് ഇനിയും പൊതുജന മധ്യത്തിൽ ഇങ്ങനെ ഇറങ്ങരുത്. രാജശേഖർ, അറസ്റ്റ്.